ഇപ്പോൾ ഇത് ഛത്തീസ്ഗഡിൽ നടന്ന ഒരു നിസ്സാര കാര്യമാണെങ്കിൽ അതിനെ വലിയൊരു കാര്യമാക്കി അവതരിപ്പിച്ച് ക്രിസ്ത്യൻ ജനങ്ങളുടെ മനസാക്ഷിയുടെ മുഴുവൻ ഭീതിയിൽ കൊണ്ടുവരിക, ബി ജെ പിയെ കൊണ്ടു നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. നിലയ്ക്കൽ പ്രശ്നവും ഒക്കെ നടന്നപ്പോൾ മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പോലുള്ളവർ നടത്തിയിരുന്ന ആ ഒരു ശാന്തമായ ഒരു സമീപനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ നിലയ്ക്കൽ പ്രശ്നം ഒരു ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നമായിട്ട് കേരളത്തിൽ തീർന്നേനെ. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ചെയ്തതോടുകൂടി ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പലരും വളരെ പ്രതിസന്ധിയിലായി. അവർക്ക് അവരുടെ ഐഡിയോളജിക്കൽ പോളിസി മാറ്റാൻ തയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകളുടെ നേരെയും അവർ ആ ഒരു സമീപനമാണ് എടുത്തിരുന്നത്. പക്ഷേ ഈ ഔട്ട് ഓഫ് പ്രപ്പോർഷനായിട്ട് ഈ വിഷയം വന്നു എന്നുള്ളത് സംഘപരിവാർ സംഘടനകളെ വളരെയധികം വേദനിപ്പിച്ചു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായ സംഭവം BJPയുടെ പ്രതീക്ഷകൾക്ക് വലിയ ആഘാതമായിരിക്കുകയാണോ? കേരളത്തിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അവർക്ക് കംപ്ലീറ്റായി തിരിഞ്ഞുകുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതിനൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകൾ ഈ വിഷയത്തിൽ BJP നേതൃത്വത്തിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണോ? ഏത് വെല്ലുവിളിയെ എവിടെയും വെച്ച് നേരിടുന്ന കേന്ദ്ര നേതൃത്വമുള്ള BJPക്ക് ഈ വിഷയത്തെ എത്രത്തോളം പരിക്കില്ലാതെ പരിഹരിക്കാൻ സാധിക്കും? രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ മറ്റൊരു കടമ്പയായിരിക്കുകയാണോ ഇത്? ഈ വിഷയം എങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിനിയോഗിക്കുന്നു അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP ആകെ വെട്ടിലായിരിക്കുകയാണോ? എന്തായാലും കന്യാസ്ത്രീമാർക്ക് ഒപ്പമാണ് തങ്ങൾ എന്ന സന്ദേശം BJP കേന്ദ്ര നേതൃത്വം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നൽകിക്കഴിഞ്ഞു. അതോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്നുള്ളൊരു സൂചന വന്നപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഈ വിഷയം ഇപ്പോഴും കത്തി നിൽക്കുകയാണ് എന്ന സന്ദേശമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാധ്യക്ഷന്മാരൊക്കെ തന്നെ ആകെ തിരിഞ്ഞിരിക്കുകയാണ്. BJPയോട് അടുത്ത് നിന്നവർ പോലും ഇപ്പോൾ എതിരഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ BJPക്ക് കാലുകുത്താനൊരിടം കൊടുത്തത് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. എന്ന് തോന്നുന്നു. ഈ രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണെന്നാണ് പറയാറ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവസരവാദികളുടെ കല കൂടെയാണ്. കേരളത്തിൽ അവസരവാദികളുടെ കലയും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ BJP വെട്ടിലായതിൽ BJPക്ക് യാതൊരു പങ്കുമില്ല, കേരള ഘടകത്തിന്. അതായത് നമുക്ക് ഇതിനെ ഒരു പല സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാൻ തോന്നി ഈ ചർച്ചയെ. ആദ്യം നമുക്ക് കേരളത്തിൽ ഏത് തരത്തിലാണ് ഈ വിഷയം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്? അല്ല, അതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് BJPക്ക് കേരളത്തിലെ ഘടകത്തിന് യാതൊരു പങ്കുമില്ല ഇതിനകത്ത്. ഇത് നടന്നത് ബജറംഗ് ദളിൻ്റെ ഒരു ടീം നടത്തിയ ഒരു നീക്കമാണ്. അത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ 32,000 കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനങ്ങളും ഓരോ ചെറു രാജ്യം പോലെയാണ്. നമ്മൾ യൂറോപ്പിനെയൊക്കെ വെച്ച് നോക്കിയാൽ ജർമ്മനിക്ക് 8 കോടി ജനങ്ങളാണുള്ളതെങ്കിൽ തമിഴ്നാടിന് 8 കോടി ജനങ്ങളുണ്ട്. ഫ്രാൻസിന് 6 കോടിയാണെങ്കിൽ അതുപോലെ തന്നെയാണ് മറ്റോരോ സംസ്ഥാനങ്ങളെടുത്താൽ. UPക്ക് 24 കോടിയുണ്ട്, പാകിസ്ഥാനേക്കാൾ ജനസംഖ്യയുണ്ട്, അത്രത്തെയും വരുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ഓരോ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അലക്കിയാൽ പ്രശ്നമാവും. പക്ഷേ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ലേ, അവസരവാദികളുടെയും കലയാണ് കേരളത്തിൽ. അപ്പോൾ ഈ അവസരം ചില അവസരവാദികൾ മുതലെടുത്തതാണ് BJP വിട്ടിലാവാൻ കാര്യം. ഇല്ലെങ്കിൽ ഇത് അവിടെ ഒരു കന്യാസ്ത്രീ പ്രശ്നമായിട്ട് അവിടെ തീരും, അല്ലെങ്കിൽ 2 ദിവസം അറസ്റ്റ്, പ്രശ്നം അങ്ങ് തീർന്നേനെ. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് 2 ഇലക്ഷനുകൾ അടുപ്പിച്ച് വരാൻ പോകുന്നു. 2 ഇലക്ഷൻ, അതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. തീർച്ചയായിട്ടും ഇത് BJPക്ക് ഒരു പ്രതിസന്ധി തന്നെയാണ്. കേരളത്തിൽ ഇന്നലെ വരെ അവർ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന ഒരു മുന്നേറ്റം പട്ടേന്ന് താഴോട്ട് പോയ ഒരു അവസ്ഥയുണ്ട്. അതെ, കാരണം ഇപ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ അന്തഛിദ്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഇഫക്റ്റിലൂടെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തുവാൻ BJPക്ക് സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാൻ അവർക്ക് സാധിച്ചേക്കും. അതായത് BJPയിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് വലിയ വിഭാഗമൊന്നും വന്നില്ലെങ്കിലും ചെറിയ മാറ്റം വന്നാൽ പോലും തൃശ്ശൂർ പോലെ ചില പോക്കറ്റുകളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം വലിയൊരു പ്രതീക്ഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളുടെ എണ്ണത്തിൽ വെച്ച് കണക്കുകൂട്ടലുകൾ, പ്രതീക്ഷകൾ, അപ്പോൾ തന്നെ ക്യാമ്പയിനുകൾ അതെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. വന്നു. അതിന് കാരണം 2ആണ്. പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിൻ്റെ കൈവശമാണ് ഇരുന്നത്. അത് പോയപ്പോൾ അവർക്കൊരു വിഷമം വന്നു. അപ്പോൾ അതാണ് അവസരങ്ങളുടെ കലയും അവസരവാദികളുടെ കലയുമായിട്ട് അവരതിനെ ഉപയോഗിച്ചത്. കാരണം അവർക്ക് ഇത് പെട്ടെന്ന് ഇവിടെ മുഴുവൻ കലക്കാനും ക്രിസ്ത്യൻ
സംഘടിത വോട്ട് ബാങ്ക് ആണല്ലോ. അല്ല, അപ്പോൾ അതിൽ പെട്ടെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു വിഷയമാണ്. അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നം പരിഹരിക്കാൻ മാത്രമല്ല, അപ്പുറത്തേക്ക് വോട്ട് വേണം. അവരുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. അതായത് അടിയന്തരാവസ്ഥയിൽ പോലും കേരളത്തിൽ 20 സീറ്റും പിടിച്ച 111 സീറ്റിൽ അസംബ്ലിയിൽ ജയിച്ച ഒരു സംസ്ഥാനം കേരളമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബേസ് പോകാൻ പാടില്ല. അത് അവരുടെ ഒരു ജീവൽ മരണ പോരാട്ടം. അതാണ് ഞാൻ പറഞ്ഞ അവസരങ്ങളുടെയും അവസരവാദികളുടെയും കലയാണെന്ന്. അപ്പോൾ ഇത് ഛത്തീസ്ഗഡിൽ നടന്ന ഒരു നിസ്സാര കാര്യമാണെങ്കിൽ അതിനെ വലിയൊരു കാര്യമാക്കി അവതരിപ്പിച്ച് ക്രിസ്ത്യൻ ജനങ്ങളുടെ മനസാക്ഷിയുടെ മുഴുവൻ ഭീതിയിൽ കൊണ്ടുവരിക, BJPയെ കൊണ്ടു നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. കാരണം അവരുടെ അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ട് ചോർച്ച വലിയ തോതിൽ തടയാൻ സാധിക്കും. ചിലപ്പോൾ തിരിച്ചൊരു ഫ്ലോ അങ്ങോട്ടുണ്ടായി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം വരെയും കുറച്ച് ഹിന്ദു വോട്ടുകളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്വിംഗ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. 100 എത്തിയില്ലെങ്കിലും 100-ൽ താഴെ വരുന്ന 90-ഓ 85-ഓ ഒക്കെ വന്ന് നിൽക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. ഇത് CPM-നും അവസരങ്ങളുടെയും അവസരവാദികളുടെയും കലയായിട്ട് മാറിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു വർഗീയ വികാരം വന്നു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഇതിൻ്റെ അടിയിൽ പോവും. അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഇലക്ഷനിൽ ഏതാണ് മുന്നോട്ട് നിൽക്കേണ്ടതെന്നുള്ളത് CPM-ന് വലിയ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഭരണത്തിനെ കുറിച്ചുള്ളതായിരിക്കരുത്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ BJP പീഡിപ്പിക്കുന്നു, അതിനെ തടയാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് CPM-ന് പറഞ്ഞ് രംഗത്ത് വരണം. കോൺഗ്രസ്സിന് ഞങ്ങളേ ഉള്ളൂ എന്നും പറഞ്ഞും രംഗത്ത് വരണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ രണ്ടുപേരും തമ്മിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ BJPക്ക് നേരത്തെ കിട്ടാവുന്ന ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ഇത് മാറിക്കൂടായില്ല. നമ്മൾ ഈ കാറ്റ് നേരത്തെ അവസരങ്ങൾ പറഞ്ഞ പോലെയാണ്, ഈ വേറെ അവസരങ്ങൾ ഇനിയും വരാം. അപ്പോൾ ഈ ഓരോ നിമിഷം ഇത്തരത്തിൽ കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിനിധി അയക്കുന്നു ഛത്തീസ്ഗഡിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ. ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നു, ഈ വിഷയത്തിൽ പറയുന്നു. അതിൽ അദ്ദേഹം സക്സസ് ആയി. പ്രതിനിധി അയച്ചു, കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ചെയ്തല്ലോ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിഭയങ്കരമായൊരു മെക്കാനിസമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം RSS അല്ലെങ്കിൽ സംഘപരിവാർ ഒന്നടങ്കം ഈ പ്രശ്നത്തിൽ അത്ര വിട്ടുകൊടുക്കേണ്ട എന്നുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ വളരെ ശക്തമായിട്ട് കേക്കും കൊണ്ടുവരികയും തൊഴിക്കുകയും ചെയ്യുന്നത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് BJP സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ പാടില്ല. ഇത് തങ്ങളുടെ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. അവിടെ മതപരിവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്നവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ അവർ വിമർശിക്കുന്നു. സംസ്ഥാന നേതൃത്വം എന്നാൽ കേന്ദ്ര നേതൃത്വത്തിനെ വിവരങ്ങൾ ധരിപ്പിക്കുകയും കേന്ദ്ര ലൈനിലൊത്താണ് ഞങ്ങൾ പ്രവർത്തിച്ചതെന്നും അത് ഇവിടെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ചില അവസരവാദികൾ ഇതിനെ മുതലെടുക്കുന്നെന്നും അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് കൺട്രോൾ നടത്തണമെന്നും പറഞ്ഞാണ് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഇതിനകത്ത് ഇടപെടുത്തിച്ച് ഇന്ന് ജാമ്യത്തിന് ഒരു ഒരുക്കം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ചെയ്തതോടുകൂടി ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പലരും വളരെ പ്രതിസന്ധിയിലായി. അവർക്ക് അവരുടെ ഐഡിയോളജിക്കൽ പോളിസി മാറ്റാൻ തയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓരോ ബിഷപ്പുമാരും ഇങ്ങനെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ഓടിച്ചാലും ഞങ്ങൾ സുവിശേഷം നടത്തും. അപ്പോൾ ഈ സംഘപരിവാർ സംഘടനത്തോളം സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റമാണ്. കാരണം എല്ലായിടത്തും അങ്ങനെയാണ്, ആദ്യം സുവിശേഷം പിന്നെ മതം മാറ്റം. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ അതിനെ കാണുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, ഇവർ 3% 3% താഴെ 2.5% ഉള്ളപ്പോൾ 80% ജനങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അവരുടെ വികാരം എന്തിനു ഉൾക്കൊള്ളണം എന്നൊരു ചിന്തയുമുണ്ട്. എന്നിട്ട് 80% വികാരങ്ങളെ എന്തിനു വ്രണപ്പെടുത്തണം എന്ന ഒരു ശൈലി സംഘപരിവാർ സംഘടനകളിൽ നിന്നും വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വെട്ടിലാകുകയാണ്. അവിടെ അവർ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഇല്ലായ്മ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ചരിത്രമില്ല, രാഷ്ട്രീയ സംസ്കാരമില്ല, അദ്ദേഹത്തിന് ബിസിനസ് സംസ്കാരമാണ്, അതാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, മറ്റൊരു പരിചയസമ്പന്നനായ നേതാവായിരുന്നു എങ്കിൽ, അവർ പറയുന്നത് വി മുരളീധരനോ മറ്റുമൊക്കെ ആയിരുന്നു എങ്കിൽ ഈ വിഷയത്തെ അവഗണിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത് അവിടെ നടന്ന ഒരു ചെറിയ
വിഷയം, അതിലേക്ക് നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതാണ് എന്ന സത്യവും. നേതാവ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ പ്രതിസന്ധി ഛത്തീസ്ഗഡിൽ നടന്ന പ്രതിരോധത്തിലാവുകയാണ്. സംഭവത്തിന് ഞാൻ പറഞ്ഞില്ലേ, ചില അവസരം ഉപയോഗിച്ചവരും അവസരവാദികളും ചേർന്ന് ഇതിനെ വലിയ ബലൂണാക്കി. അത് ഇപ്പോൾ പല ക്രിസ്ത്യാനികളിൽ നിന്ന് പോലും ഞാൻ അറിയുന്നത് ഈ പള്ളി കമ്മിറ്റികളിൽ പല ഈ ഒരു നുഴഞ്ഞുകയറ്റക്കാർ ഒത്തിരി പേരുണ്ട്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ പണ്ടേ ഉണ്ട്. അതൊരു നുഴഞ്ഞുകയറ്റക്കാരിൽ അവരുള്ളതാണ്. CPM-ൻ്റെ ഒരുപാട് പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ പള്ളി കമ്മിറ്റികൾ ഇത് വലിയ വിഷയമാക്കുകയും പൊതു സദസ്സുകളിൽ, കൊച്ചു കൊച്ചു സദസ്സുകളിൽ പോലും ഇത് വലിയ വിഷയമാക്കുകയും ചെയ്യുമ്പം ഈ ബിഷപ്പുമാർക്കും പാതിരിമാർക്കും ഒന്നും നിശബ്ദരാകാൻ കഴിയുന്നില്ല. സമ്മർദ്ദം അവർക്ക് കൂടുകയാണ്. അപ്പോൾ ഇതേ ശബ്ദത്തിൽ ഞങ്ങൾ പ്രതിധ്വനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭയെ കീഴ്പ്പെടുത്തി ഇവരുടെ BJP-യുടെ കാൽക്കൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കാൽക്കൽ കൊണ്ട് വെക്കുകയാണോ എന്നുള്ള അധിക്ഷേപം ബിഷപ്പുമാർക്കും മതമേലധ്യക്ഷന്മാർക്കും കിട്ടുമെന്നുള്ള ഭയം അവർക്കും ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ അവസരങ്ങളുടെയും അവസരവാദികളുടെയും ഒരു സമ്മർദ്ദത്തിൽ ഇവിടെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് ശ്രീ ജോസഫ് പാംപ്ലാനി പറഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കാതോലിക്ക ബാവ BJP നേതൃത്വമായിട്ട് നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരു സഭാധ്യക്ഷനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പോലും വിമർശനം വരികയാണ്. ക്ലിമീസ് ബാവയും ശക്തമായ വിമർശനവും. എല്ലാ ബിഷപ്പുമാർക്കും എല്ലാ പാതിരിമാർക്കും കിട്ടിയിരിക്കുന്ന സമ്മർദ്ദം ഭയങ്കരമാണ്. പല പള്ളി കമ്മിറ്റികളും ഇത് വൈകാരികമായി പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതായിട്ട് കാണുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് അതുപോലെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും അവരുടെ മുന്നിലൊരു പ്രശ്നം. അവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ കേരളവും കൂടിപ്പോയ തമിഴ്നാടും കഴിഞ്ഞ് ക്രിസ്ത്യൻ സഭകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ BJP കൂടെ ആവശ്യമാണ്. അപ്പം അവർക്കും ഒരു പാലം ആവശ്യമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയും അവസരങ്ങളും അവസരവാദികളും ചേർന്ന് ഇതിനെ വഷളാക്കുകയും ചെയ്യുമ്പോൾ അവർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ പണ്ട് ചില സഭാധ്യക്ഷന്മാർ, പിതാക്കന്മാർ ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള സമ്മർദ്ദം വളരെ വലിയ രീതിയിൽ വരുന്ന സാഹചര്യത്തിൽ പോലും വിഷയങ്ങളെ വളരെ അമിക്കബിളായിട്ട് സോൾവ് ചെയ്തിരുന്ന ചില പിതാക്കന്മാരെ ഇപ്പോഴും നമ്മൾ ഓർമ്മ തോന്നുന്നല്ലേ. മാർ ഗ്രിഗോറിയസ് തിരുമേനിയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറാട് പ്രശ്നവും നിലയ്ക്കൽ പ്രശ്നവും ഒക്കെ നടന്നപ്പോൾ മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പോലുള്ളവർ നടത്തിയിരുന്ന ആ ഒരു ശാന്തമായ ഒരു സമീപനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ നിലയ്ക്കൽ പ്രശ്നം ഒരു ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നമായിട്ട് കേരളത്തിൽ തീർന്നേനെ. നിലയ്ക്കലിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കുരിശ് കണ്ടെത്തുകയാണ് പെട്ടെന്ന്. അപ്പോൾ അതിൽ പറയുന്നത് സെൻറ്റ് തോമസ് എന്ന അപ്പോസ്തലൻ AD 52 ഇവിടെ 7.5 പള്ളികൾ സ്ഥാപിച്ചതിൽ ഒരു പള്ളിയുടെ കുരിശാണിത്, ഒരു കൽക്കുരിശ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ പള്ളി സ്ഥാപിക്കണം എന്ന ഒരു വാദവുമായിട്ട് വരികയാണ്. അതേസമയം സംഘപരിവാർ ശക്തികളടക്കം ഇത് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു വെക്കുന്ന സ്ഥലമായിട്ടും ഒരു ഇടത്താവളമായിട്ടും ഒക്കെ വികസിപ്പിക്കാനായിട്ടും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പോലുള്ളവരുടെയൊക്കെ ഇടപെടൽ അന്ന് വളരെ വളരെ ശാന്തതയോടുകൂടി സർക്കാരിനൊപ്പം നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനും 4 കിലോമീറ്റർ അപ്പുറത്ത് മാറി സർക്കാരിൻ്റെ ഒരു ഭൂമി തന്നെ കൊടുത്തുകൊണ്ട് അവിടെ പള്ളി സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുകയും പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചു. പക്ഷേ പ്രശ്നം അവസാനിച്ചില്ല. 1983 ഇത് നടന്നെങ്കിൽ 84 ആദ്യമായിട്ട് ഹിന്ദു മുന്നണി എന്നൊരു സംഘടന ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് കേരളവർമ്മ തെങ്ങടയാളത്തിൽ മത്സരിച്ച് 1,10,10,000 വോട്ട് പിടിച്ച് CPM-നെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. EMS അന്ന് അതിശയം വിചാരിച്ചു പോയി, ഇത്രയധികം വോട്ടുകൾ പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കപ്പാസിറ്റി വന്നു. ആ നിലയ്ക്കൽ ഒരു സംഭവമാണ് അന്ന് തുടക്കമിട്ടത്. അതായത് ഹിന്ദു ജനതയിൽ അതുവരെ ഈ സംഘപരിവാർ സംഘടനകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ മതേതര സംഘടനകളെല്ലാം ഉണ്ടല്ലോ, CPM ഒക്കെ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാ മതേതര സംഘടനകളല്ലേ, അവരെല്ലാം നമുക്കൊപ്പമല്ലേ നിൽക്കുന്നത്, NSS-നും SNDP-ക്കൊക്കെ വേണ്ടി അവർ വാദിക്കാറുണ്ടല്ലോ എന്നൊരു തോന്നലിൽ നിന്നപ്പോൾ പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരും കാണില്ല, നമ്മുടെ വോട്ട് വാങ്ങിക്കാനേ അവർ കാണുകയുള്ളൂ എന്നൊരു തോന്നൽ ഹിന്ദു സംഘടനകൾ സൃഷ്ടിക്കാൻ സംഘപരിവാർ സംഘടനകൾക്ക് കഴിഞ്ഞു. ഇപ്പോഴും അതുപോലത്തെ ഒരു സന്ദർഭമുണ്ടോ എന്ന് സംഘപരിവാർ സംഘടനകൾ പരതുന്നുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കും. അല്ല, എന്തായാലും കേരളത്തിൽ അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിന്നു എന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ വരുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വളർച്ചയ്ക്കും തകർച്ചയ്ക്കും ഒക്കെ തന്നെ കാരണമാകുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി ചിലരെ പ്രീണിപ്പിക്കുന്നു, ചിലരെ അവഗണിക്കുന്നു. ആ ഒരു സമീപനം കേരളത്തിലെ കാലാകാലങ്ങളായി ഭരണം നിർവഹിച്ച മുന്നണികൾ സ്വീകരിക്കുന്നു.
ഇത് ശരിയല്ല എന്ന വിമർശനം അടുത്ത കാലത്തായി വളരെ ശക്തമാവുകയും വളരെ പ്രകടമായി അത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് BJPയുടെ വളർച്ചയിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രത്യക്ഷമായി പല വിഷയങ്ങളിലും നിർവഹണം നടത്തുന്നവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട്. ആരെയും പ്രീണിപ്പിക്കേണ്ടതില്ല, ആരെയും കൈവിട്ട് അനധികൃതമായി സഹായിക്കേണ്ടതില്ല, വഴിവിട്ട് സഹായിക്കേണ്ടതില്ല. ഓരോരുത്തർക്കും ഡ്യൂ റെസ്പെക്റ്റ് കൊടുത്ത് നിലനിർത്തുക എന്നുള്ളൊരു സമീപനമാണ് ഒരു മതേതര രാജ്യത്ത് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് കേരളത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ വികസനം, കേരളത്തിൽ ജനങ്ങളുടെ ക്ഷേമം ഒന്നുമല്ല ഒരു ഇലക്ഷനും പ്രധാന വിഷയമായിട്ട് വരാറുള്ളത്. അത് വളരെ അപൂർവമായി 1987 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോഴൊക്കെ പോലെ വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ഐക്യവും വിഷയമായി വന്നിട്ടുള്ളൂ. ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ള തന്ത്രമാണ് പലപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 90-കൾക്ക് ശേഷം ആ തന്ത്രം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങ് എവിടെയോ നടന്ന ഒരു സംഭവം ഇങ്ങ് വലിയൊരു വിവാദമായി. കേരളത്തിൽ ഒരു അറസ്റ്റ് നടന്നാൽ പോലും ഇത്രയും പ്രശ്നം വരില്ല. കേരളത്തിൽ 3 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം വരില്ല. ഇത് ആ വിധത്തിൽ രൂപപ്പെടുന്നത് വേറെ ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതാണ് സംഘപരിവാർ സംഘടനകളും ഇതിനെ ആ രീതിയിൽ കാണുന്നതും. അവർ പറയുന്നത് ഒരു വോട്ട് വാങ്ങി 3 പേരെ മതം മാറ്റുന്ന പരിപാടിയാണെങ്കിൽ നമുക്കിത് വേണ്ട എന്ന രീതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ അവർ പറയുന്ന വോട്ടിനേക്കാൾ പ്രധാനം നമ്മുടെ നിലനിൽപ്പാണ്, നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ നിലനിൽപ്പാണെന്ന് അവർ പറയുകയും, എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വോട്ടുമായി മുന്നോട്ട് പോകേണ്ടതാണ് ശൈലിയെന്ന് BJP സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ കേരളത്തിൽ ഇത് BJP എങ്ങനെ പ്രയോഗത്തിലാക്കുമെന്ന് പറഞ്ഞു, രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു. അതിനുശേഷം സഭാധ്യക്ഷന്മാർ എതിരായാൽ എന്ത് സംഭവിക്കും? സഭാധ്യക്ഷന്മാരുടെ എതിർ വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകളും BJP നേതൃത്വം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഇനി മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട് BJPക്ക്. അതായത് BJP ഒരു മതേതര നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം പുലർത്തുന്ന ഒരു പാർട്ടിയാണ് എന്ന ഒരു അഭിപ്രായം ഇന്ത്യയിലുടനീളം മാത്രമല്ല അന്താരാഷ്ട്ര രംഗത്തും ഈ സംഭവത്തിലൂടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി. ഒരു കാരണം ഈ ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ആസ്ഥാനം USA ആണ്. അവരുടെ US നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്രിസ്ത്യൻ സഭകൾക്കും ലഭിക്കുന്നുണ്ട്. സാമ്പത്തികം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ പല വിധത്തിൽ അല്ലാത്ത അനുഗ്രഹാശിസുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളിൽ അവർക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അതായത് അവരുടെ ഒറിജിനൽ ആസ്ഥാനം റോമാണെങ്കിലും US വലിയ സപ്പോർട്ടുണ്ട് എന്നാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോളതലത്തിൽ മതപ്രചരണത്തിനുള്ള ഒരു സംവിധാനവും ഉണ്ട്. ആ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. അത് US ഭരണകൂടത്തിനെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതും BJP നേതൃത്വത്തിന് ഒരു പ്രധാന പ്രശ്നമാണ്, ഒരു സമ്മർദ്ദമാണ്. കാരണം BJP നേതൃത്വത്തിന് ഇപ്പോൾ മുസ്ലിങ്ങളെ പോലും കൂടെ നിർത്തണമെന്നുള്ളൊരു ശൈലിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ 2 ആഴ്ച മുമ്പ് മോഹൻ ഭഗവത്തിൻ്റെ ഒരു മീറ്റിംഗ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷനുമായിട്ട് നടത്തുകയുണ്ടായി. അതിൽ അവർ പറഞ്ഞത്, അതിൽ പ്രധാനമായിട്ട് തീരുമാനം വന്നത് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളായിട്ട് മുദ്രകുത്തുന്ന ഒരു ശൈലി മാറിയിട്ട് വികസനത്തിന് താല്പര്യമുള്ളവരെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും സമാധാനത്തിനും രാജ്യപുരോഗതിക്കും താല്പര്യമുള്ളവരെ ആ രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാനും ഇമാമുമാർ തയ്യാറാവുകയും സംഘപരിവാർ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു പുതിയ ശൈലി ഉണ്ടാകണം എന്ന് വരെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ RSSൻ്റെ തലത്തിലും പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, RSSൻ്റെ ഒരു ഇത് കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സംഘപരിവാർ സംഘടനകളിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവരാണ്. അവർ പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള പ്രസ്താവനകൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്, മിതത്വമുള്ളതാണ്. ഒരിക്കലും ഈ മുസ്ലിങ്ങൾ ഇവിടെ പാടില്ല, അവർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ വിചാരങ്ങളുണ്ട്. കാരണം ഇന്ത്യയിലെ ഒരു 24 കോടി മുസ്ലിങ്ങളെ ഓടിക്കുന്നത് പോയിട്ട് ഒതുക്കി നിർത്തുന്നത് പോലും അസാധ്യമാണ്.
നമ്മൾ 150 കോടിയില്ല, 145 കോടി വരുന്ന ജനങ്ങളിൽ ഒരു 28 കോടി ജനങ്ങൾ നമ്മൾ അവരെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ബാക്കി മുഴുവൻ പേർക്കുമാണ്. അപ്പോൾ അവരെ കൂടെ ഉൾക്കൊള്ളുകയും അവരിൽ തീവ്രവാദം ഉള്ളവരുണ്ടെന്നുള്ളത് അവർക്ക് ബോധ്യമാണ്. അവരെ മാത്രം പിൻ പോയിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സംവിധാനം ഉണ്ടാകണമെന്നാണ് ഇമാമുമാരുടെ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ്റെ ചർച്ചയിൽ വരെ ഉണ്ടായ തീരുമാനങ്ങൾ. അത്തരത്തിൽ തീവ്ര നിലപാടുള്ളവരെ മാറ്റി നിർത്താൻ അവരുടെ കൂടി സഹകരണം അതിന് ഇമാമുമാരുൾപ്പെടെയുള്ളവരുടെ പിന്തുണ വേണം. ഞങ്ങളിത് പറയുമ്പം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നിങ്ങളാണ് ഇതിന് മുന്നോട്ട് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരെ ചില സമവായങ്ങൾ RSSൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതെ. അപ്പോൾ ക്രിസ്ത്യൻ സഭകളുടെ നേരെയും അവർ ആ ഒരു സമീപനമാണ് എടുത്തിരുന്നത്. പക്ഷേ ഈ ഔട്ട് ഓഫ് പ്രപ്പോർഷനായിട്ട് ഈ വിഷയം വന്നു എന്നുള്ളത് സംഘപരിവാർ സംഘടനകളെ വളരെയധികം വേദനിപ്പിച്ചു. എനിക്കൊന്നും അവർക്ക് ഈ തലവേദന സൃഷ്ടിക്കുന്ന കുറേയേറെ നേതാക്കൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. ഇത്രയും വലിയ രാജ്യമാണല്ലോ, അവിടെ കിടപ്പുണ്ട്. അവർ വളരെ വർഗീയമായിട്ടുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുമായി അവരൊക്കെ രംഗത്ത് വരാറുണ്ട്. ഈ സംഘപരിവാറിന് തലവേദന സൃഷ്ടിക്കുന്ന അവരുടെ തന്നെ പല പോഷക സംഘടനകളും. ഇതിൽ മാത്രമല്ല, എല്ലാ സംഘടനകളിലും ഉണ്ട്. ക്രിസ്ത്യൻ സംഘടനകളിലുണ്ടല്ലോ, CSIയിലുണ്ട്, പിന്നെ ലാത്തിനിലുണ്ട്. എനിക്കൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ തിരുവനന്തപുരത്തെ റെസിഡൻസ് ഡിവിഷൻ ഫെഡറേഷനുകൾ വിഴിഞ്ഞത്ത് കുറച്ച് കിറ്റുമായിട്ട് ആ കോവിഡിൻ്റെ സമയത്ത് പോവുകയുണ്ടായി. പാവങ്ങൾക്ക് കൊടുക്കാനാണ്. മത്സ്യത്തൊഴിലാളിക്ക് പിന്നെ കടലിൽ പോകാൻ നിവൃത്തിയില്ല, ക്ഷാമം അനുഭവിക്കുന്ന സമയമാണ്. ആ കിറ്റുമായിട്ട് ചെന്നപ്പോൾ അവിടെ ചിലർ ചാടി വീണിട്ട് പറയുന്നത് പള്ളി പറഞ്ഞാലേ ഇവിടെ കിറ്റ് കൊടുക്കാൻ ഒക്കുള്ളൂ. വളരെ തീവ്രമായ നിലപാടെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടണം, എന്നാൽ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട, അത് പള്ളിയെ കൂടെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കൂടെ വന്ന ചിലർക്ക് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പള്ളിയിൽ പോയി കാണാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൂടെ വന്ന ചിലർ പറഞ്ഞു അങ്ങനെ വേണ്ട, നമ്മളിതൊരു ദാനം ചെയ്യാൻ വന്നതാണ്, ഇങ്ങനെ പള്ളിയുടെ കറോഫിലെ അവർ വാങ്ങിക്കണമെങ്കിൽ അവർ പള്ളി വഴി വാങ്ങിച്ചോട്ടെ, നമ്മളവർക്ക് ഒരു സഹായം ചെയ്യാൻ വന്നതാണ്, അതിന് താല്പര്യമുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ തരുന്നില്ല, ഞങ്ങളിതിവിടെ വണ്ടിയിൽ വയ്ക്കുന്നു, നിങ്ങൾക്ക് വന്ന് എടുത്തുകൊണ്ട് പോവാം. അതിന് പോലും അവർ തയ്യാറല്ല. അപ്പോൾ അവരുടെയും കയ്യിൽ ചില വിലങ്ങുകളുണ്ട്. എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രഷറുകളുണ്ട്. മനസ്സിലായില്ലേ? ആ പ്രഷറുകൾ നമ്മൾ മനസ്സിലാക്കണം. ചിലത് വളരെ സപ്രസീവായിട്ടാണ് പ്രഷർ, കാരണം അത് ഓർഗനൈസേഷനാണ്. ഇത് പലപ്പോഴും ഹിന്ദു സംഘടനകൾ പലതും അൺഓർഗനൈസ്ഡ് ഓർഗനൈസേഷൻ പോലെയാണ്. അവർ താങ്കൾ പറഞ്ഞ പോലെ ചിതറിക്കിടക്കുകയും ചില സമയത്തിനൊത്ത് ആ പ്രദേശത്ത് വരുന്ന ഒരു വിഷയത്തിൽ അവർ അതിഭയങ്കരമായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ പിന്നെ ഒരു കന്യാസ്ത്രീ ഒരു സ്ത്രീയെ ഒരു കുട്ടിയെ കൊണ്ട് പോകുന്ന കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് മതപരിവർത്തനമാണെന്നുള്ളതാണ്. ചാടി വീഴുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്, അവിടെ നടന്ന സത്യം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പേ ചാടി വീഴുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് ഒരു പ്രഷർ, ഒരു കുറവ് വരുത്താനും കൂടെ ഈ പ്രശ്നം ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് മറ്റൊരു സാമൂഹ്യ പ്രശ്നം കൂടി നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവർ ഇത് പണ്ട് മുതൽ ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും നാൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചവർ ഒന്നും തന്നെ അതൊക്കെ എത്രത്തോളം അതിൽ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. സാമൂഹ്യ സാഹചര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പല സ്ഥലത്തും നമുക്ക് നാനാ ജാതി മതസ്ഥർ അധിവസിക്കുന്ന രാജ്യമാണ്. ഉത്തരേന്ത്യയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ പല സ്ഥലത്തായിട്ടുണ്ട്, പല പോക്കറ്റുകളിലായുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ ജാതി വ്യവസ്ഥകളും കൊടി വാഴുകയാണ്, ഇപ്പോഴും കൊടികുത്തി വാഴുകയാണ്. ഈ ജാതിയിൽ താഴ്ന്നവർ എന്ന് പറഞ്ഞ് പല വിഭാഗങ്ങളെയും അടിച്ചമർത്തുന്ന രീതി ഇപ്പോഴുമുണ്ട്. ജമീന്ദാർമാർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, ആ ജമീന്ദാർമാർ രാഷ്ട്രീയ നേതാക്കളായി അവരൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, തോക്ക് ചൂണ്ടി തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുന്ന സാഹചര്യം പലപ്പോഴും പലയിടത്തുമുണ്ട്. വലിയ രീതിയിൽ അതിനിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അവിടെയും ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഒന്ന് മാറി പ്രണയിച്ചാൽ പോലും വിവാഹം കഴിച്ചാൽ പോലും കഴുത്തറുത്ത് പക വീട്ടുന്ന മാതാപിതാക്കളുള്ള അല്ലെങ്കിൽ ബന്ധുക്കളുള്ള നാട് പല സ്ഥലത്തുമുണ്ട് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും അതിനൊക്കെ തന്നെ ഒരു അറുതി വരുത്തുവാൻ, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഉന്നമനത്തിന്, ബൗദ്ധികമായിട്ടൊരു ഉന്നമനത്തിന് ഇവർക്കൊക്കെ സാധിക്കേണ്ടിയിരിക്കുന്നു. ഭരിക്കുന്നവർ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ആ ഭരിക്കുന്നവർക്ക് ആ മെക്കാനിസം പൂർണ്ണമായും പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കണം താഴെത്തട്ടിൽ. അല്ല, അതിപ്പോൾ BJP സർക്കാരുകൾ UP-യിലാവട്ടെ അല്ലെങ്കിൽ ഹരിയാനയിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ അവർ താഴെത്തട്ടിലുള്ളവരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിമാരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ മാറ്റം വരാത്ത സ്ഥലങ്ങൾ ബീഹാർ പോലുള്ള സ്ഥലങ്ങളാണ്. ബീഹാറിലൊക്കെ ഇപ്പോഴും പല കുഗ്രാമങ്ങളിലും മേൽജാതിക്കാരൻ കുടിച്ച കപ്പിലല്ല കീഴ്ജാതിക്കാരന് കൊടുക്കുന്നത്. രണ്ട് കപ്പ് വെച്ചിരിക്കുന്ന സംവിധാനം വരെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത് ഏറ്റക്കുറച്ചിലുകളുണ്ടെന്നുള്ള ഇവിടെയും ഉണ്ട്. പിന്നെ CSI-കാരെ വിവാഹം കഴിക്കാൻ എത്ര മാർത്തോമക്കാർ തയ്യാറാകുമെന്ന് ചോദിച്ചു നോക്ക്. ഇതെല്ലായിടത്തും ഉണ്ട്. മനസ്സിലായില്ലേ? ഇത്
പൂർണ്ണമായിട്ട് ഇതൊന്നും അല്ല, മാറിയിട്ടില്ല. ഇവരുണ്ട്. ഇപ്പോഴും ഇത് ഈ മാർഗം കൂടിയ ക്രിസ്ത്യാനി കുറഞ്ഞതും ഞങ്ങൾ ഉന്നതരും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. യെസ്. അപ്പോൾ ഇത് എല്ലാ തലത്തിലുണ്ട്. പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇത് കുറച്ച് വൈകൃതമായി ചിലപ്പോൾ ഹിന്ദു സമൂഹത്തിൽ വരാറുണ്ട്. കാരണം ഇത് ഡിസോർഗനൈസ്ഡ് സംഘടനയാണ്. ഇതിനകത്ത് അരുത് എന്ന് പറയാൻ ആരുമില്ല. അതെ. എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാം, തനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാമെന്നുള്ളൊരു ഒരു സംഘടന, ഒരു മതമായി ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് ഗുണങ്ങളുമുണ്ട്, പക്ഷേ അതിനേക്കാളേറെ ദോഷങ്ങളുമുണ്ട്. അതൊക്കെയാണ് മറിക്കാനായിട്ട് സംഘപരിവാർ സംഘടനകൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് അവർക്ക് വിജയിച്ചിട്ടില്ല. കാരണം അവരുടെ കൺട്രോളിന് അതീതമായിട്ട് പല ശക്തികളും പിന്നെ ഇവരെ സപ്രസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോലും RSS എന്ന് പറഞ്ഞാൽ ഒരു അഹിന്ദുവിനെ പോലെയാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ CPM ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ RSS എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഹിന്ദുക്കളാണെന്നുള്ള രീതിയിലാണ്, മുസ്ലിം ക്ഷേത്രത്തിൽ കയറിയ പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് എന്ന് പരിഭവം പറഞ്ഞ ഒരുപാട് RSSകാരെ എനിക്കറിയാം. ഇത്തരത്തിലുള്ള ഒരുപാട് അസമത്വങ്ങൾ, ഈ സമത്വം എന്ന് പറയുന്നതിലും അസമത്വങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് പുരോഗതി വരാത്തതെന്നും നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് സമാധാനം നിൽക്കാത്തത് എന്നും നമുക്ക് ബോധ്യമാവുക. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പരാമർശിക്കാൻ വിട്ടുപോയതാണ് എന്ന് തോന്നുന്നു. അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വം, കേരള നേതൃത്വം ഒരേ രീതിയിൽ പോകുന്നു ഈ വിഷയം പരിഹരിക്കുന്ന കാര്യത്തിൽ. കാരണം ഇവർക്കിത് പരിഹരിച്ചേ പറ്റൂ. തുടക്കത്തിൽ പരാമർശിച്ചതുപോലെ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ വലിയൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഛത്തീസ്ഗഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ BJP നേതൃത്വം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ്, കന്യാസ്ത്രീമാരെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ കോടതിയിൽ അവർ ഇനി ചിലപ്പോൾ കേന്ദ്ര നേതൃത്വം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമായിരിക്കണം. നേരത്തെ ചില സംഘപരിവാർ സംഘടനകൾ പറഞ്ഞ വാചകമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഞങ്ങൾക്ക് ഒരു വോട്ട് തന്നിട്ട് 3 പേരെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനകളുണ്ട്. അപ്പം അത് പിന്നെ ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കണം. കൂടുതൽ ഫ്രിക്ഷൻ ഇല്ലാതെ മതപരിവർത്തനത്തിന് പകരം മനപരിവർത്തനത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഓക്കെ, അല്ല അതിപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. അല്ല, ഞാൻ പറയട്ടെ, അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം വരുന്നത്. ഇവിടെ എല്ലാ ജാതിയിലും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മതത്തിലുമുള്ളവർക്ക് അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വൈരമായി സമാധാനമായി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ മറ്റു മതത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെ വരുന്നില്ല. അതൊന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഒരു കന്യാസ്ത്രീയും കുട്ടിയുമായി പോകുന്നത് കണ്ടാൽ അവിടെ ചാടി വീഴുന്ന ഒരു പ്രവണത. ആ രീതിയിലുള്ള അത്തരത്തിലുള്ള സ്വഭാവമുള്ളവരെ നിലയ്ക്ക് നിർത്താനും സാധിക്കണം. ഇതല്ല, അതിന് ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ഉപകരിക്കും. എനിക്ക് തോന്നുന്നു BJPയുടെ പിന്നെ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വങ്ങൾക്ക് ഇതൊരു ഉൾക്കാഴ്ചയാണ്. അതെ, കാരണം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും തങ്ങൾ ഒട്ടിച്ചു കൊണ്ടുവരുന്ന ചില മുറിവുകൾ വളരെ വലിയ വ്രണങ്ങളായി വരാൻ അത് കാരണമാക്കുമെന്നും ഒക്കെ അവർക്കും ഉൾക്കാഴ്ച ഉണ്ടാവാൻ ഇത് സഹായിക്കും. കാരണം എങ്കിൽ മാത്രമേ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഇപ്പം തന്നെ അത് നമുക്ക് തടസ്സം വരുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പം ട്രംപ് നമ്മൾ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ് നമുക്ക് തീരുവ ചുമത്തിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്തെന്നറിയാമോ? ഈവൻ 3ാമത്തെ എക്കണോമിക് പവർ ആവരുത്, 4 5 താഴോട്ട് പോകാനല്ലാതെ മുകളിലോട്ട് വരരുത് എന്നുള്ള പല ഉദ്ദേശങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ അന്തർദേശീയ തലത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ കളി നടക്കുമ്പോൾ ഇവിടെ ലോക്കൽ തലത്തിൽ നമ്മൾ ഈ തരികിട കളികളും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാവും, രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ ഇത് നിൽക്കാതാവും, അവസാനം ഇത് ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലേക്ക് വരും. ബ്രിട്ടീഷുകാരൻ എന്നും പറയുന്നതാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ 10 വർഷത്തിനകം ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ചർച്ചിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള തരികിടകളും ഇനി പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചറിന് വലിയ പ്രശ്നം വരും. പിന്നെ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതത്തിനും കയറി എന്തും ചെയ്യാമെന്നുള്ളതല്ല എന്നുള്ളത് എല്ലാ മതക്കാരും മനസ്സിലാക്കണം. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനൊരു മിതത്വം വരുന്നതാണ് മതേതരത്വം. അല്ലാതെ ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിനെ ഓവർടേക്ക് ചെയ്യുന്നതോ അതിപ്രസരം കാണിക്കുന്നതോ അല്ല എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. മതേതരത്വം പലപ്പോഴും പലരും ശ്രമിക്കുന്നതാണ്. പിന്നെ ക്രിസ്ത്യൻ സംഘടനകൾക്ക് വേറൊരു പരാതിയുണ്ട്. അതായത് അവർക്ക് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം അവർ വലുതായിട്ട് പറയുന്നത് അത് മുഴുവൻ മുസ്ലിം സമൂഹമാണ് കൊണ്ടുപോകുന്നത്. 75% ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മുസ്ലിം സംഘടനകൾ കൊണ്ടുപോവുകയും ക്രിസ്ത്യാനിക്കൊന്നും കിട്ടുന്നില്ല. ലാറ്റിൻ ക്രിസ്ത്യന് മാത്രമേ ചില ബെനിഫിറ്റുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നത് വെച്ചാൽ ഇവർ ക്രിസ്ത്യനായി കൺവേർട്ട് ചെയ്ത പലരും ഹിന്ദു പേരിൽ നിൽക്കുകയും
പിന്നെ പിന്നെ ആ ആനുകൂല്യങ്ങൾ ഹിന്ദു പേരിൽ ഉൾക്കൊള്ളുകയും ക്രിസ്ത്യാനിയായി പള്ളിയിൽ പോവുകയും ക്രിസ്ത്യാനിയായി കല്യാണം കഴിക്കുകയും ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആനുകൂല്യവും സംവരണവും ഉള്ള വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവർ തങ്ങളുടെ പഴയ മതവും ജാതിയും ഒന്നും മാറ്റാതെ അതിൽ തന്നെ ഒഫീഷ്യലി റെക്കോർഡിക്കലി മാറ്റുന്നില്ല, റെക്കോർഡിക്കലി പിന്നെ മാറ്റാതെ ഇപ്പോൾ സോമൻ എന്ന് പറയുന്ന പേര് സോമൻ തന്നെയായിരിക്കും. അതിൽ പിന്നെ ആ പട്ടികവർഗക്കാരൻ്റെ പേരിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ പള്ളിയിൽ സോളമനായിരിക്കും, പള്ളിയിൽ തന്നെ വിവാഹം, പള്ളിയിൽ തന്നെ ജീവിതം, മറ്റു കാര്യങ്ങളെല്ലാം പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്, ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അപ്പോൾ ഇത് പിന്നെ ഇതൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ വരുമ്പം മാറ്റങ്ങൾ വരും, ഏറെക്കുറെ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇതിന് ചില ഇങ്ങനെ ഒളിച്ചു കളികൾ നടത്താൻ പറ്റാത്ത സാഹചര്യം വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ രാഹുൽ ഗാന്ധി ഓരോ തീരുമാനങ്ങൾ എടുക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചർച്ച വന്നു. ഭരണഘടന വന്നപ്പം അത് BJPക്ക് മുതൽക്കൂട്ടായി. പല കാര്യങ്ങളും അവർക്ക് ഉള്ളി തൊലിച്ച് പറയാനുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞപ്പം അവരുടെ പല പ്രശ്നങ്ങളും ഇതുപോലെ പറയാൻ അവസരം. ഇപ്പോൾ ജാതി സെൻസസ് ശരിക്കും പറഞ്ഞാൽ RSS സംഘടനകൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. അത് പിന്നെ കോൺഗ്രസ് അവർക്കും ഇഷ്ടപ്പെടാത്തൊരു വിഷയമായിരുന്നു. പക്ഷേ അത് അവർ പിന്നീട് ഒരു പ്രധാന വിഷയമായി പൊയ്ക്കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പം BJP അത് അവരുടെ ഒരു വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജാതി സെൻസസ് വരുമ്പോൾ ഓരോ ജാതിക്കാരനും അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ സംവരണ മുതലെടുപ്പുകൾ നടത്തുകയോ അല്ലെങ്കിൽ സംവരണ സീറ്റിൽ മത്സരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ജാതി സെൻസസ് വന്നതിന് ശേഷം നടത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും, പ്രശ്നമാകും, പലവിധ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനായിട്ട് പല പ്രശ്നങ്ങൾ ഇങ്ങനെയും നിലനിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതെ. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയും ചില മിതത്വം പാലിക്കേണ്ടതുണ്ട്. സംഘപരിവാര സംഘടനകളും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ, ഞാൻ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പറയുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ കാരണം 1:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ഇപ്പം നമ്മൾ 50% ഹിന്ദു ഉണ്ട്, പിന്നെ 30% ക്രിസ്ത്യാനിയാണ്, 20% അല്ല 30% മുസ്ലിമാണ്, 20% ക്രിസ്ത്യാനിയാണെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇതിൻ്റെ ഫലത്തിൽ 1:1:2 റേഷ്യോയിലാണ് പോകുന്നത്. കാരണം എല്ലാവരും ഒരുപോലെയാണ്. കാരണം ഇതിൽ ഹിന്ദുക്കളിൽ കുറേ ഭാഗം പിന്നെ CPMകാരാണ്. അവർ ഹിന്ദു അല്ല, പിന്നെ മതമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 1:1:1 റേഷ്യോയിലാണ് ഈ മതത്തിൽ ഉള്ളവരുടെ ഒരു സെറ്റപ്പ് ഉള്ളത്. അത് ഈക്വലാണ്. അപ്പോൾ ഇവിടെ സ്ഫോടനം ഉണ്ടായാൽ അത് വിസ്ഫോടനമാകും. അതുണ്ടാകാതിരിക്കാൻ എല്ലാ മതങ്ങളും ശ്രദ്ധിക്കണം, എല്ലാ മതമേതധ്യക്ഷന്മാരും ശ്രദ്ധിക്കണം, സംഘപരിവാർ സംഘടനകളും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ നിലയ്ക്കലും മാറാടും പോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ടാക്കി നമ്മളിൽ മുറിവേൽപ്പിക്കാൻ ഉണ്ടാകും. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെ മുറിവുകൾ ഉണങ്ങുവാൻ സമയമെടുക്കും. രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മതവികാരം നിങ്ങൾ വ്രണപ്പെടുത്തരുത്, മുതലെടുക്കരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ 4 വോട്ടിനായി. അങ്ങനെയെങ്കിൽ ഇത് ഒരു ഏറ്റുമുട്ടലിന് കാരണമാകും, മതങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിന് വഴിയൊരുക്കും. അത് നമ്മുടെ കേരളത്തിന് ഒരു കാരണവശാലും ഭൂഷണമല്ല. നമ്മൾ ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ സമൂഹമാണ്. നമ്പർ 1 കേരളം എന്നാണല്ലോ പറയുന്നത്. BJPയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ആശയക്കുഴപ്പമുണ്ട്, ആശങ്കയുണ്ട് അവർക്ക്. BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുകയാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ. ക്രൈസിസ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി അദ്ദേഹത്തിൻ്റേത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകൾ നിന്ന് പോലും ആ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഈ വിഷയം പരിഹരിക്കും? ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഡാമേജ് എങ്ങനെ അദ്ദേഹം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്ന, രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ഇവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. BJP കേന്ദ്ര നേതൃത്വത്തിനും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്ന റോളിലേക്ക് ഇവിടെ കൂടുതൽ ഇറങ്ങി ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. RSSൻ്റെ കേന്ദ്ര നേതൃത്വം പോലും ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇത്തരത്തിൽ വിഷയം കൈവിട്ടു പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സഭാ നേതൃത്വങ്ങളും കുറേ കൂടി ഒരു പതിഞ്ഞ സ്വരത്തിൽ, കുറേ കൂടി സഹകരണ മനോഭാവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് വേണ്ടത്. എല്ലാവരും ചേർന്ന് ഒരേ മനസ്സോടെ സമാധാനത്തോടു കൂടി ഒരു തരത്തിലും ഉള്ള വ്രണം ആർക്കും ശേഷിക്കാത്ത വിധത്തിൽ ഈ വിഷയം പരിഹരിക്കണം.
ഓർക്കുക, രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്, ശരിയാണ്. പക്ഷേ ഇത്തരത്തിൽ അവസരം മുതലെടുത്ത് നാട് കുട്ടിച്ചോറാക്കുവാൻ നിങ്ങൾ മുതിരരുത് എന്ന അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയോളജിയും ഐഡിയാസും ഒക്കെയായി നിങ്ങൾ മുന്നോട്ട് പോവുക. നാടൊപ്പം നിൽക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.